Hello guys, welcome back my YouTube channel. It's me Hacker JD. Okay guys, നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെർമിഷനെ പറ്റിയാണ് നോക്കുന്നത്. പെർമിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് പെർമിഷനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, LS എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കമാൻഡാണ് LS. അതേപോലെ തന്നെ LS-L എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. അതായത് നമ്മൾ നമുക്ക് ലിസ്റ്റിംഗ് ആണ് വേണ്ടത്, പക്ഷെ നമ്മൾ സിസ്റ്റത്തിനോട് പറയാണ് ലിസ്റ്റിംഗ് ആണ് വേണ്ടത്, പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് LS-L എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആദ്യത്തെ ഈ ഡി ഒഴിച്ചതിന് ശേഷം, ഡി എന്ന് പറഞ്ഞാൽ ഡയറക്ടറിയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ അലോക്ക്, ഡെസ്ക്ടോപ്പ്, ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറഞ്ഞ ഡയറക്ടറിയാണ്. ഈ ഇത്രയും ഭാഗമാണ് പെർമിഷന്റെ ഭാഗം. ഓക്കെ, ഇനി ഇതിന്റെ ഓണർഷിപ്പ് ആരാണ്? ഹാക്കർ JD ആണ്. രണ്ടാമത്തെ ഹാക്കർ JD ഗ്രൂപ്പാണ്. ഓക്കെ, ഗ്രൂപ്പിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു, എപ്പോൾ ക്രിയേറ്റ് ചെയ്തതാണെന്നൊക്കെ. ഓക്കെ, നമ്മൾ അടുത്തൊരു നോക്കാൻ പോകുന്ന ഒരു കമാൻഡാണ് നാനോ എന്ന് പറഞ്ഞൊരു കമാൻഡ്. നാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? നാനോ എന്ന് പറഞ്ഞൊരു കമാൻഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് നാനോ എന്ന് പറഞ്ഞൊരു കമാൻഡ്. ഓക്കെ, നാനോ എന്ന് ഞാൻ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഞാനൊരു ടെക്സ്റ്റ് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ab.txt എന്ന് പറഞ്ഞൊരു ഒരു ടെക്സ്റ്റ് ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തരത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ചുമ്മാ ഹലോ എന്ന് ടൈപ്പ് ചെയ്തു. ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് Ctrl+O ഞെക്കുക, റൈറ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ ചെയ്തിട്ട് Ctrl+X ഞെക്കുക, എക്സിറ്റ് ആവും. ഓക്കെ, LS ടൈപ്പ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഫയൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ab.txt. ഓക്കെ, ഇത് ഈ TXT മെൻഷൻ ചെയ്യണമെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യണമെന്നില്ല. ഇപ്പം വേണമെങ്കിൽ നമ്മൾ നാനോ AB എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് നാനോ AB എന്ന് ടൈപ്പ് ചെയ്തു. ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു ഹി എന്നൊരു ഇത് കൊടുത്തു. ഇതേപോലെ ഇത്തരത്തിൽ ഞാൻ സേവ് ചെയ്തിട്ട് LS നോക്കിക്കഴിഞ്ഞാൽ AB ആണ്. പക്ഷേ ഇതൊരു ടെക്സ്റ്റ് ഫയലായിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഡിഫോൾട്ടായിട്ട് ടെക്സ്റ്റ് ഫയലായിരിക്കും. ഇതേപോലെ നമുക്ക് HTML ഫയൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ അതിനു മുമ്പ് ഞാൻ കാണിച്ചത് ഫയൽ എന്ന് പറഞ്ഞിട്ട് AB എന്ന് ടൈപ്പ് ചെയ്താൽ ആസ്ക് ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് കാണിക്കും, ടെക്സ്റ്റ് ഫയലായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഫയൽ ab.txt എന്ന് ചെയ്താലും രണ്ടും സെയിം തന്നെയാണ്, രണ്ട് ഫയലും സെയിം തന്നെയാണ്, ആസ്കി ടെക്സ്റ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ എന്താണ് ഒരു HTML ഫയൽ ഉണ്ടാക്കാം, ഷെൽ സ്ക്രിപ്റ്റിംഗ് ഫയൽ ഉണ്ടാക്കാം. ഞാൻ ഒരു SH ഫയൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നാനോ നമ്മൾ ab.sh എന്ന് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റർ ചെയ്തിട്ട് ഒരു ഷെൽ സ്ക്രിപ്റ്റ് ഞാനിവിടെ എഴുതാം. ഓക്കെ, എക്സാമ്പിളിന് വേണ്ടിയിട്ട്. ഓക്കെ, /bin /bash echo ഹലോ. ഓക്കെ, ഇതൊരു ചെറിയൊരു സ്ക്രിപ്റ്റാണ്. ഓക്കെ, ഞാൻ Ctrl+O ഞെക്കി റൈറ്റ് ഔട്ട് ചെയ്തു, എൻ്റർ ചെയ്തു, Ctrl+X ഞെക്കി. ഓക്കെ, LS എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഷെൽ ഫയൽ കാണാൻ പറ്റും. ഇവിടെ ഞാൻ എന്താണ് ഫയൽ ക്ലിയർ ചെയ്യാം. ഫയൽ ab.sh എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? അതൊരു ബോൺ എഗെയിൻ ഷെല്ലാണ്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ഏത് ഫയൽ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് ടെക്സ്റ്റ് ഫയലായിട്ടാണ് ഇവിടെ ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, LS-L നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. എന്ന് ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽ ലിസ്റ്റ് വേണം. നമ്മൾ ab.txt ഫയൽ നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഹൈഫൺ ബാക്കിയുള്ളിടത്ത് ഡിയും മുകളിലൊക്കെ ഹൈഫണും കാണിക്കുന്ന പറഞ്ഞാൽ ഡി എന്ന് പറഞ്ഞാൽ ഡയറക്ടറി ഫയൽ അല്ലാത്ത എല്ലാത്തിനും ഇതേപോലെ ഒരു ഹൈഫൺ ആയിരിക്കും കാണാൻ സാധിക്കുക. ഓക്കെ, അത് മനസ്സിലാക്കുക, അതൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ab.txt എന്നൊരു ഫയൽ നമുക്ക് നോക്കാം. അതിന്റെ പെർമിഷന് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനൊരു നോട്ട് പാഡ് ഓണാക്കി സൂം ചെയ്ത് കാണിച്ചു തരാം.
ഓക്കെ, ഇത്തരത്തിലായിരിക്കും നമ്മൾ പെർമിഷൻ്റെ അവിടെ കാണാൻ സാധിക്കുക. ഇതൊരു 3 ഗ്രൂപ്പായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ 3 1, രണ്ടാമത്തെ 3 2, മൂന്നാമത്തെ 3 മൂന്നാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, ഈ ഒരു 3 ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ പെർമിഷൻ തിരിയുന്നത്. ഓക്കെ, 3 ഗ്രൂപ്പ്സ്. 3 ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ പെർമിഷൻ ഉള്ളത്. ഓക്കെ, ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആണ്, വലിയ ബുദ്ധിമുട്ടല്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് മനസ്സിലാവും. എന്നാലും ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാണ്? ഓണർ അല്ലെങ്കിൽ എന്താണ് യൂസർ. ഈ ഓണർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇതാരാണോ ഈ എന്താ പറയുക ഈ ഒരു ഫയൽ ഉണ്ടാക്കുക, ആ ഫയലിൻ്റെ ഓണർ അല്ലെങ്കിൽ യൂസർ, അത് യൂസറിനെയാണ് ഓണർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് നെക്സ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഗ്രൂപ്പ്സ് ആണ്. ഈ ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓണറിൻ്റെ ഗ്രൂപ്പാണ്, അതായത് യൂസറിൻ്റെ ഗ്രൂപ്പാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ഏതാണ്? ഓതേഴ്സ്. ഓക്കെ, ഇങ്ങനെ 3 ഗ്രൂപ്പുണ്ട്. ആദ്യം ഓണർ, രണ്ടാമത്തെ ഗ്രൂപ്പ്, പിന്നെ ഓതേഴ്സ്. അതായത് ഫസ്റ്റത്തെ നമ്മൾ കാണുന്ന RW എന്ന് പറഞ്ഞാൽ അത് ഓണറിൻ്റെ യൂസറാണ്, ഓണറിൻ്റെ ഗ്രൂപ്പാണ്. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പ് ഓണറിൻ്റെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ് ഓതേഴ്സിൻ്റെ ഗ്രൂപ്പ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നോക്കാം. ആദ്യത്തിൽ ഞാൻ സെയിൽ ഡിപ്പാർട്ട്മെൻറ്റിന് S ഇട്ടു. ഓക്കെ, നെക്സ്റ്റ് ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതിന് ഞാൻ ഷോർട്ടായിട്ട് F ഇട്ടു. മൂന്നാമത്തെ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് M ഇട്ടു. ഓക്കെ, ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു 3 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്: സെയിൽസ്, മീഡിയ, ഫിനാൻസ്. ഓക്കെ, ഇവിടെ എന്താണ് ഈ മീഡിയ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നബീൽ എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാനിവിടെ ടൈപ്പ് ചെയ്യാം, നബീൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു കഥ എഴുതി. നമ്മുടെ നബീൽ എന്ന് ഈ മീഡിയ എന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ നബീൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു സ്റ്റോറി എഴുതി. ഓക്കെ, ഈ സ്റ്റോറി എഴുതി. അതിൽ ആ മീഡിയ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ എംപ്ലോയർ ഉണ്ട്. ഓക്കെ, ഇതിൽ ഈ കേസിൽ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഈ ഓണർ യൂസർ എന്ന് പറയുന്നത് ആരാണ്? നബീൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. കാരണം നബീൽ എന്ന് പറഞ്ഞ മീഡിയ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരാണ് കഥ എഴുതിയത്? നബീൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഓണറിനെ അല്ലെങ്കിൽ യൂസറിനെ നമ്മൾ നബീൽ എന്ന് പറഞ്ഞു. അടുത്ത അതിൽ കുറേ എംപ്ലോയർ കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവർ നമുക്ക് എന്താണ് ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാം. അതായത് നബീലിൻ്റെ ഗ്രൂപ്പിലുള്ള ആള് എംപ്ലോയർ. എന്ന് ഞാൻ മെൻഷൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ഓതേഴ്സ് എന്ന് പറഞ്ഞല്ലോ. ഓതേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നബീലിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലാത്ത ആൾക്കാരുണ്ട്. അതായത് ഫിനാൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിൽസ് എന്നൊക്കെ പറഞ്ഞ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, മുകളിൽ കാണുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റ്. അവർ നമ്മൾ ഓതേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഓതേഴ്സിൽ ഞാൻ സെയിൽസ് ആൻഡ് ഫിനാൻസ്. ഓക്കെ, ഇങ്ങനെ 3 ഗ്രൂപ്പുണ്ട്. ഓക്കെ, ഈ കാര്യം ഇത്രയും ക്ലാരിറ്റി ആയല്ലോ, ഇത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് ഈ RWX എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 3 പെർമിഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. R എന്ന് പറയുന്നതിന് നമുക്കൊരു വാല്യൂ കൊടുക്കാം. R എന്ന് പറയുന്നതിന് നമുക്ക് റീഡ് എന്ന് ഉദ്ദേശിക്കുന്നതിനാണ് നമ്മൾ R എന്ന് പറയുന്നത്. ഓക്കെ, റീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സീൻ ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ കാര്യങ്ങളൊക്കെ പറ്റും. ഓക്കെ, W എന്ന് പറഞ്ഞത് നമുക്ക് റൈറ്റിന് നമുക്ക് W എന്ന് പറയാം. നമുക്ക് എഡിറ്റ് ചെയ്യാൻ, റൈറ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എഡിറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്.
ഓക്കെ, ഇനി അടുത്ത എക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട്. എക്സിക്യൂട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ ഏതെങ്കിലും ഒരു കോഡോ കാര്യങ്ങളോ എന്താണ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സിക്യൂട്ട് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കോഡ് തയ്യാറാക്കി, ഒരു കോഡ് ഡെവലപ്പ് ചെയ്തിട്ട് അത് റണ്ണ് ചെയ്യുന്നതിന് നമുക്ക് എക്സിക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ 3 ടൈപ്പ് എന്താണ് ഒരു പെർമിഷൻ ഉണ്ട്. ഓക്കെ, ഈ 3 ടൈപ്പ് പെർമിഷൻ ഉണ്ട്, 3 ടൈപ്പ് എന്താണ് ഗ്രൂപ്പ്സും ഉണ്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ 6 എന്ന് പറഞ്ഞ ഈ റീഡ് അല്ലെങ്കിൽ സീൻ ചെയ്യുന്നവർക്ക് ഒരു വാല്യൂ ഉണ്ട്, അതായത് 4. ഓരോന്നിനും ഓരോന്നായിട്ടുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ റീഡിൻ്റെ വാല്യൂ 4 ആണ്, റൈറ്റിൻ്റെ വാല്യൂ 2 ആണ്, എക്സിക്യൂട്ടീവിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ഈ വാല്യൂ ഇത് മാറത്തില്ല, ഇതെല്ലാവരും ഓർത്തിരിക്കുക. റീഡ് എന്ന് പറഞ്ഞാൽ 4, റൈറ്റ് എന്ന് പറഞ്ഞാൽ 2, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, ഇത് മാറത്തില്ല, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഓക്കെ, ഞാനിതൊന്ന് മിനിമൈസ് ചെയ്തു. ഓക്കെ, ഇത് ഈ പെർമിഷന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നൊരു കമാൻഡ് ഉണ്ട്, chmod. ls-l എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ab.txt എന്നാണല്ലോ നമ്മുടെ ഫയൽ. ഓക്കെ, അതിൻ്റെ പെർമിഷൻ ആദ്യം എടുത്ത് നോക്കാം. ഇതിൻ്റെ പെർമിഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. ഞാൻ chmod എന്ന് പറഞ്ഞൊരു കമാൻഡ്, ഇതാണ് നമ്മൾ പെർമിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കമാൻഡ്. 777 പിന്നെ ഫയലിൻ്റെ നെയിം ഞാനിവിടെ മെൻഷൻ ചെയ്യാണ്, ab.txt. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ റീഡായിട്ടുണ്ട്. നമുക്ക് ls-l ab.txt കണ്ടോ, ഇപ്പോൾ പെർമിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ പെർമിഷൻ ഈ ഒരു മെത്തേഡിലായിരുന്നു, രണ്ടാമത്തെ പെർമിഷൻ ഇപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇതെന്താണ് സംഭവം, ഈ 777 എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ 4+2 എത്രയാണ്? 4+2 6, 6+1 7 = 7. മനസ്സിലായോ? 4+2+1 7. ഓക്കെ, ഈ ഒരു വാല്യൂ ആണ് നമ്മൾ എന്താണ് 777 എന്ന് ടൈപ്പ് ചെയ്തത്. ഓക്കെ, ആദ്യത്തെ ഗ്രൂപ്പിന് 7 നമ്മൾ ടൈപ്പ് ചെയ്തു, എല്ലാ പെർമിഷനും വേണം. രണ്ടാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ 7 പ്രസ് ചെയ്തു, മൂന്നാമത്തെ ഗ്രൂപ്പിൽ നമ്മൾ 7 ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എന്താണ് പെർമിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, 777. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഓക്കെ അതിനു മുമ്പ് ഇതൊന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്തു തരാം. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടില്ലേ ഇങ്ങനൊരു പെർമിഷൻ, അതായത് ആദ്യത്തെ ഗ്രൂപ്പിന് റീഡ് റൈറ്റ് മാത്രമേ ഉള്ളൂ, എക്സിക്യൂട്ടീവ് പെർമിഷൻ ഇല്ല. രണ്ടാമത്തെ ഗ്രൂപ്പിന് എന്താണ് ഇതാ ഇവിടെ കൊടുത്തു, ഈ 6ഉം W, അതായത് റീഡ് ചെയ്യാനുള്ള വാല്യൂ എത്രയാണ്? 4 ആണ്. W റൈറ്റ് ചെയ്യാൻ 2 ആണ്. അപ്പോൾ അവിടെ എന്താ 4+2 6. ആദ്യത്തെ ഗ്രൂപ്പിന് നമ്മൾ 6 കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ്? സെയിം സംഭവം തന്നെ, റീഡും റൈറ്റും കൊണ്ട് എക്സിക്യൂട്ടീവ് ഇല്ല, അവിടെയും 6 കൊടുത്തു. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്താണ്? റീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ റീഡ് മാത്രമാകുമ്പോൾ എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത്? 4 ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടിയ നമ്പർ ഏതാണ്? 664 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർമിഷനിലോട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം കമാൻഡ് തന്നെ, വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേസാണ്. chmod എന്ന് ടൈപ്പ് ചെയ്യുക, 664. ഓക്കെ, പിന്നെ ആ ഫയൽ മെൻഷൻ ചെയ്യാം അവിടെ, ab.txt. ഓക്കെ, ഇപ്പം നമുക്ക് പെർമിഷൻ നോക്കാം. ls-l ab.
ab.txt. ഓക്കെ, കണ്ടില്ലേ, പെർമിഷൻ മാറിയിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൂപ്പിന് റീഡ് റൈറ്റ്, രണ്ടാമത്തെ ഗ്രൂപ്പിന് റീഡ് റൈറ്റ്, മൂന്നാമത്തെ ഗ്രൂപ്പിന് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പെർമിഷൻ സെറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഇത് ഹാക്കർ JD എന്നൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഹാക്കർ JD എന്ന് ഉദ്ദേശിക്കുന്ന യൂസറും രണ്ടാമത്തെ ഹാക്കർ JD എന്ന് പറയുന്നത് ഗ്രൂപ്പുമാണ്. ഗ്രൂപ്പ് രണ്ട് രീതിയിലുണ്ട്. അത് പ്രൈമറി ഗ്രൂപ്പ് ഉണ്ട്, ഒരു സെക്കൻഡറി ഗ്രൂപ്പ് ഉണ്ട്. ഡിഫോൾട്ടായിട്ട് പ്രൈമറി ഗ്രൂപ്പാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിനെപ്പറ്റി നോക്കാം. ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആഡ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ കമാൻഡിൻ്റെ പേര്. കമാൻഡ് എങ്ങനെയാണ് ആഡ് ഗ്രൂപ്പ്. അതിനു മുമ്പ് നമ്മൾ ആഡ് ഗ്രൂപ്പ് എന്ന് എഴുതിയിട്ട് ഹാക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. സുഡോ ആഡ് ഗ്രൂപ്പ് ഹാക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഹാക്ക് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. നമ്മളൊന്ന് ഓണർഷിപ്പും ഗ്രൂപ്പൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് CHOWN എന്നൊരു കമാൻഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഓണർഷിപ്പ് മാറ്റാനാണെങ്കിലും ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാനാണെങ്കിലും ഈ ഒരു കമാൻഡ് നമ്മൾ യൂസ് ചെയ്യും. CHON. പിന്നെന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്? നമ്മുടെ ഹാക്കർ JD എന്ന് പറഞ്ഞ യൂസറിലാണ് മറ്റേ നമ്മുടെ ab.txt ഫയൽ കാണിച്ചത്. നമ്മൾ രാഹുൽ എന്ന് പറയുന്ന യൂസറിനെ നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. രാഹുൽ ഇതുപോലെ ഡബിൾ ഡോട്ട് ഇടുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് മെൻഷൻ ചെയ്യാം. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഹാക്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ്, പിന്നെ നമ്മുടെ ഫയലിൻ്റെ നെയിം. ഓക്കെ, ab.txt. ഓക്കെ, എൻ്റർ ചെയ്തു. ചേഞ്ചിങ് ഓണർഷിപ്പ് ഓഫ് AB. ഓക്കെ, നമ്മൾ സുഡോ പെർമിഷൻ വേണം. ഞാൻ ഈ റൂട്ടിലാണ് കുറേ കമാൻഡ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പെട്ടെന്ന് ഇതുപോലെ നോർമൽ യൂസർ ആകുമ്പോൾ ഓക്കെ, നമ്മൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് LS-L ab.txt ചേഞ്ച് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം രാഹുൽ എന്ന് പറഞ്ഞ യൂസറാണ് ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഹാക്ക് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഉള്ളത്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് നോക്കുന്നത് ലീസ്റ്റ് പ്രിവിലേജും ഉണ്ട്, മോസ്റ്റ് പ്രിവിലേജും ഉണ്ട്. ഓക്കെ, ക്യാറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്തു. ab.txt എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ ഓണർഷിപ്പ് എന്ന് പറഞ്ഞ ആൾ ആരായിരുന്നു? നബീൽ എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മൾ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത ആൾ, അതായത് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തു, ഗ്രൂപ്പും ചേഞ്ച് ചെയ്തു. ഈ രണ്ട് കാര്യമാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ലീസ്റ്റ് പ്രിവിലേജും മോസ്റ്റ് പ്രിവിലേജും ഉണ്ട്. അത് ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ chmod 777 ab.txt എന്നൊരു ഇതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സുഡോ chmod 777 ab.txt ഇതാണ് മോസ്റ്റ് പ്രിവിലേജ്. ഓക്കെ, ഇനി LS-L ab. എല്ലാത്തിനും പ്രിവിലേജ് വന്നു. ഇതിനാണ് നമ്മൾ മോസ്റ്റ് പ്രിവിലേജ് എന്ന് പറയുന്നത്. ഇനി ലീസ്റ്റ് പ്രിവിലേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് സുഡോ chmod 000 പിന്നെ ഫയലിൻ്റെ നെയിം ab.txt. ഇതാണ് ലീസ്റ്റ് പ്രിവിലേജ്. ഈ ലീസ്റ്റ് പ്രിവിലേജ് നമുക്കിപ്പോൾ ഇത് സുഡോ പെർമിഷൻ വേണം. ഓക്കെ, ഇനി LS-L ഒരു പെർമിഷനും ഇല്ല. ആണോ, ഈ ഒരു ഫയലിന് ഒരു പെർമിഷൻ ഇല്ല. പക്ഷേ റൂട്ടിനും സത്യത്തിൽ പെർമിഷൻ ഇല്ല.
കണ്ടില്ലേ ഇവിടെ cat ab.txt എന്നാണ് ടൈപ്പ് ചെയ്തപ്പോൾ പെർമിഷൻ ഡിനൈഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. സത്യത്തിൽ റൂട്ടിനും ഇവിടെ നമ്മൾ എന്താണ് പെർമിഷൻ കൊടുത്തിട്ടില്ല, എന്നാലും റൂട്ടിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സുഡോ -s കൊടുത്തു, റൂട്ടിലേക്ക് വന്നു. നമുക്ക് ഇനി നോക്കാം cat/ab.txt എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ സാധിക്കും. കണ്ടല്ലേ, ഇപ്പം ഒരു സത്യത്തിൽ റൂട്ടിനും ഇവിടെ പെർമിഷൻ ഇല്ല, എന്നിട്ട് പോലും നമുക്ക് എന്താണ് റൂട്ട് ആക്സസിന് എടുക്കാൻ പറ്റുന്നുണ്ട്. ഫയൽ കാണാനും റീഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം. Ctrl+O, എൻ്റർ, Ctrl+X. ഓക്കെ, cat ab.txt കണ്ടോ, നമുക്ക് റൂട്ടിന് എന്തും ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ലിസ്റ്റ്. ഓക്കെ, നമ്മൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞ കമാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് നമ്മൾ ഉപയോഗിച്ച കമാൻഡ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നമ്മൾ ls നോക്കി, cd നോക്കി, cat നോക്കി. ഓക്കെ, ക്യാറ്റിൻ്റെ ഒരു വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞു. ക്യാറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് എന്ന് പറഞ്ഞാൽ അത് എന്താണ് കോൺകാറ്റിനേഷൻ എന്നൊരു വിഷയമാണ്. കോൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ഫയൽ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് ക്യാറ്റ് എന്ന് പറഞ്ഞൊരു ഫയൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സാമ്പിളിന് വേണ്ടിയിട്ട് നാനോ ഞാൻ ടൈപ്പ് ചെയ്തു, ഞാനൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. എ എന്ന് പറഞ്ഞൊരു .txt ഫയൽ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഹലോ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു, Ctrl+O, എൻ്റർ, Ctrl+X. ഓക്കെ, നെക്സ്റ്റ് ഞാൻ സെയിം ഇതേപോലെ തന്നെ ഒരു ഫയൽ കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ ls ടൈപ്പ് ചെയ്താൽ കാണാൻ പറ്റും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നാനോ. ഇനി AAA എന്ന് പറഞ്ഞിട്ട് ഞാനൊരു .txt ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ഞാൻ കുറച്ച് ഇത് എഴുതാണ്, ഇറ്റ്സ് മീ ഹാക്കർ JD. ഓക്കെ, ഇത് സേവ് ചെയ്യാൻ വേണ്ടി Ctrl+O, എൻ്റർ, Ctrl+X. ഇത്തരത്തിൽ രണ്ട് ഫയൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഉണ്ടോ, AAA.txt. ഓക്കെ, നമ്മൾ രണ്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ക്ലിയർ ചെയ്തു. ഇനി ഓക്കെ, ക്യാറ്റ് കൊടുത്തു. എന്നിട്ട് എന്താണ് AA.txt സ്പേസ് AAA.txt. ക്യാറ്റ് എന്ന് പറയുന്നത് കോൺകാറ്റിനേഷൻ ആണ്, അതായത് രണ്ട് ഫയലും നമുക്ക് ഒരുമിച്ച് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇത്തരത്തിൽ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഈ കമാൻഡ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഇനി വേറൊന്ന് പറഞ്ഞാൽ ക്യാറ്റ് എന്ന് പറഞ്ഞിട്ട് AA.txt, AAA.txt, പിന്നെ ഇങ്ങനൊരു സിമ്പിൾ നമ്മളിവിടെ കൊടുത്തു. ഇത് രണ്ടും കൂടെ ഒറ്റ ഫയൽ ആക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലൊരു കമാൻഡ് യൂസ് ചെയ്താൽ മതി. സോറി. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഒരു ഏത് ഫയലിലോട്ടാണോ സേവ് ആവേണ്ടത് ആ ഫയലിൻ്റെ പേര്, ഞാനിപ്പം എക്സാമ്പിൾ BBB എന്ന് പറഞ്ഞൊരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, .txt. ഓക്കെ, എൻ്റർ ചെയ്തപ്പോൾ സ്ക്രീനിൽ ഔട്ട്പുട്ട് കാണിച്ചില്ല, പക്ഷേ ആ ഫയൽ അവിടെ സേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് cat@bb.txt എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ രണ്ടും കൂടെ ഒരുമിച്ചായിട്ട് നമുക്ക് കാണിച്ചു തരും. ഉണ്ട്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റും. ഓക്കെ, ലിനക്സിൻ്റെ ഷെല്ലിനകത്ത് ഔട്ട്പുട്ട് മെത്തേഡുകൾ 3 എണ്ണം ഉണ്ട്. ഒന്നാമത്തത് നമ്മൾ നേരത്തെ സ്ക്രീനിൽ ഔട്ട്പുട്ട് കാണിക്കുക എന്നതാണ്. രണ്ടാമത്തത് ഫയൽ ഔട്ട്പുട്ട് കാണിക്കുക. മൂന്നാമത്തത് മറ്റൊരു കമാൻഡിന്റെ ഇൻപുട്ടിൽ ഔട്ട്പുട്ട് എടുക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ഓക്കെ, AA.txt എന്ന് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് സ്ക്രീനിൽ ഔട്ട്പുട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ, അതായത് ഫയലിൽ ഔട്ട്പുട്ട് എടുക്കുക.
ഫയൽ ഔട്ട്പുട്ട് എടുക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതേപോലെ തന്നെ നമ്മൾ എടുക്കുന്നതിനാണ് എന്താണ് ഫയൽ ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ cat_a.txt. എന്നിട്ട് എന്താണ് നമ്മുടെ രണ്ടാമത്തെ ഫയല് AAA.txt. എന്നിട്ടൊരു പൈപ്പിംഗ് എന്ന് പറയും. പൈപ്പിങ്ങിന്റെ സിമ്പിളാണ് ഇത്, പൈപ്പിംഗ് എന്ന് പറയും. ഓക്കെ, പൈപ്പിംഗ് എന്ന് പറഞ്ഞൊരു സിമ്പിൾ കൊടുത്തു. അതിനുശേഷം എന്താണ് ടി എന്ന് പറഞ്ഞു. ടി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതിനു മുമ്പ് ഇതൊന്ന് ഞാനൊരു വേറൊരു ഫയലിലോട്ട് സേവ് ചെയ്യാനുള്ള ഒരു ഇത് ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ccc.txt എന്ന് പറഞ്ഞൊരു ഫയൽ കൊടുത്തു. ഓക്കെ, ഇവിടെ എന്താണ് ഈ ആദ്യം കണ്ട cat_a.txt AAA.txt എന്ന ഈ കാണുന്ന ഔട്ട്പുട്ട് നമ്മുടെ cc.txt എന്ന് പറഞ്ഞ ഇതിന്റെ ഇൻപുട്ടായി മാറും. എന്നിട്ട് ഈ ഇൻപുട്ടിനെ എന്താണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അതെങ്ങനെയാണെന്ന് നോക്കിയാൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഒന്ന് സ്ക്രീനിൽ നമുക്ക് കാണിച്ചു തരികയും രണ്ട് ഫയലിൽ സേവ് ആവുകയും ചെയ്യും. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, ഞാനിവിടെ എൻ്റർ ചെയ്തപ്പോൾ എന്താണ് എനിക്ക് സ്ക്രീനിൽ കാണിച്ചു തരികയും ചെയ്തു. അതേസമയം എന്താണ് എനിക്ക് ഈ ccc.txt എന്ന ഫയൽ ക്രിയേറ്റ് ആവുകയും ചെയ്തു. ഓക്കെ, നമ്മളിവിടെ ls ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ccc.txt. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ മെത്തേഡ്. ഓക്കെ, cat_cc.txt. ഓക്കെ, ഫയൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ chmod +x എന്ന് ഞാനിവിടെ കൊടുത്തു. +x എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിന് പെർമിഷൻ കൊടുക്കണം, ab.txt. ഇങ്ങനെ ഇത്തരത്തിൽ നമുക്ക് എന്താണ് ഇതുപോലെ നമുക്ക് എന്താണ് പെർമിഷൻ കൊടുക്കാനും കഴിയും. ഓക്കെ, സുഡോ പെർമിഷൻ ഇല്ല, സുഡോ su കൊടുത്തിട്ട് ഞാൻ റൂട്ട് ആക്സസ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ എന്താണ് chmod +x, അതായത് എനിക്ക് എക്സിക്യൂട്ടീവിനുള്ള പെർമിഷൻ കൊടുക്കണം, ab.txt. അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് നമുക്കിപ്പം ചെക്ക് ചെയ്ത് നോക്കാം. ls-l ab.txt. ഓക്കെ, കണ്ടോ, എല്ലാ ഗ്രൂപ്പിനും എക്സിക്യൂട്ടീവിൻ്റെ പെർമിഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് എന്താണ് ഗ്രൂപ്പും സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് chmod യൂസറിന് u കൊടുക്കാം. u എന്താണ് പ്ലസ്, അതായത് ആദ്യത്തെ ഗ്രൂപ്പ് യൂസർ അല്ലെങ്കിൽ ഓണർ +rw, റീഡും റൈറ്റും കൊടുക്കണം. രണ്ടാമത്തേന് g എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുക, ഹൈഫൺ കൊടുത്തിട്ട് g പ്ലസ് റീഡും റൈറ്റും കൊടുക്കാം. ഓക്കെ, ഞാൻ ആദ്യത്തെ റീഡും റൈറ്റും എക്സിക്യൂട്ടീവും കൊടുത്തു. രണ്ടാമത്തെ ഗ്രൂപ്പിന് റീഡും റൈറ്റും മാത്രം കൊടുത്തു. മൂന്നാമത്തെ ഒതേഴ്സിന് ഞാൻ എന്താണ് റീഡ് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം കൊടുക്കാം, അല്ല എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫയൽ നെയിം മെൻഷൻ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർമിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ 3 ഗ്രൂപ്പിന് 3 പെർമിഷൻ ഉണ്ട്, രണ്ടാമത്തേന് 3 ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം എക്സിക്യൂട്ടീവ് പെർമിഷൻ എല്ലാത്തിനും കൊടുത്തു. അപ്പോൾ അത് വേണ്ട എന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു എക്സിക്യൂട്ടീവിന്. ഓക്കെ, അതുകൊണ്ടാണ് കാണിക്കുന്നത് മൂന്നാമത്തേന് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ മാത്രം. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് എന്താണ് ഈ ഒരു മെത്തേഡിൽ നമുക്ക് പെർമിഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ,